ഹായ്, ഇശലിതാ സ്കൂളിൽ പോകാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. യൂണിഫോമൊക്കെ ഇട്ട് പോകണം, പക്ഷേ തിരുമ്പിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇന്ന് കളർ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മക്ക് ചെറിയ പണികളൊക്കെയാണ്, മുറ്റടിക്കലും പുല്ലുപറിക്കലൊക്കെ. അപ്പോൾ ഉമ്മ ഒന്ന് ഇടയ്ക്ക് വരുമ്പോഴേ ഏടത്തിൻ്റെ ഭാഗത്താട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്തല്ല, ഏടത്തിൻ്റെ ഭാഗത്ത് ആണ് ഈ പുല്ല് പറിക്കുന്നത്. കാരണം ഏടത്തി വീണിട്ട് റെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പം അവൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നെ ഉമ്മയെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അങ്ങനെ അപ്പോൾ അവൾ ഉമ്മാനോട് സ്നേഹപ്രകടനമൊക്കെ കാണിക്കുകയാണ്. കാരണം അവൾക്ക് പോകുമ്പം സ്കൂളിൽ പോകുമ്പോൾ അതും ഉമ്മായാലും ആരും വന്നാലോ ഓരോന്ന് അങ്ങോട്ടൊരു ഉമ്മ കൊടുത്ത് ഇങ്ങോട്ടൊരു ഉമ്മ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് പോകുമല്ലോ കേട്ടോ. അപ്പം ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ വീഡിയോ കാണിക്കല്ലേ പറഞ്ഞിട്ടാണ് അവളെ മുഖം എടുക്കാതെ ബാക്കി ഭാഗങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. കാരണം ഉമ്മാക്കത് തീരെ ഇഷ്ടമല്ല വീഡിയോയിലൊന്നും ഇടണം. ഉമ്മ പറയും ഇങ്ങൾ ഇട്ടോ, ഇന്നെ ഒന്നും പെടുത്തരുത് ഇട്ടാന്ന് പറയും. അങ്ങനെ കളർ ഇടാൻ കാരണം ഇങ്ങോട്ട് വന്നാൽ ഇന്നെന്താ കളർ ഇടാൻ കാരണം? നടക്ക് പോവല്ല, സമയമുണ്ട് നേരത്തെ പോവല്ലേ? വെള്ളിയാഴ്ച നേരത്തെ സമയമുണ്ട് 25, അന്നാ പോവാം. അപ്പോൾ വെള്ളിയാഴ്ച 9:30 ബസ് വരും കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്ന് റെഡിയാക്കും. 9:30 9:30 എന്ന് പറഞ്ഞാലും കറക്റ്റ് 9:30, ചിലപ്പോൾ 9:40 ആവും. അപ്പോൾ അത് കാരണം നമ്മൾ എപ്പോഴും 9:30 ബസ് സ്റ്റോപ്പിൽ എത്തണം എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത് കേട്ടോ. നമ്മൾ കാരണം ബസ് വൈകരുതല്ലോ. നമ്മൾ കാരണം വൈകാന്നല്ല, ബസ് നമുക്ക് മിസ്സാവരുത്. പിന്നെ അതുപോലെ തന്നെ ബസ്സിൻ്റെ ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്ത് വെക്കരുത്. നമ്മളങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല, ഞാനങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോളെ അതേപോലെ ചിട്ടയിലേ പഠിപ്പിക്കുള്ളൂ. അപ്പോൾ ഓളിങ്ങനെ പറയുകയാണ് ടൈമുണ്ടല്ലോ. അങ്ങനെ ഞാനും ഓളോട് പറയേണ്ട ടൈമുണ്ട്, അതുകൊണ്ടിട്ട് വീഡിയോ എടുക്കണം. അല്ലാത്ത സമയത്തൊന്നും എന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, സമയമില്ലാതെ ഓടലാണ് ഇക്കാരം. അപ്പോൾ ഇവൾക്ക് കളറിട്ടപ്പോൾ ഇതുണ്ട്. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നിട്ട് അവൾക്കുള്ള പണികൾ അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് വരും ചൊറിഞ്ഞ് പൊന്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളോട് പറയുകയാണ് അവൾക്ക് നല്ല അലർജി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അലർജി കാരണം പല പുല്ലുകളോ പൊടികളോ എന്തോ പറ്റാത്തതായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുരുത്തക്കേട് കാണിക്കും. എന്നിട്ട് പറയും പൊന്തി ചൊറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ടൈമില്ലാത്ത സമയത്ത് നമ്മളത് നോക്കാൻ നിൽക്കണം. അപ്പോൾ അവൾ തൊട്ടാവാടി അവൾക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. എനിക്കതിലൊരു അത്ഭുതമാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാനിങ്ങനെ അത് കണ്ടപ്പോൾ ആദ്യമേ അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്തിട്ടോ. പിന്നെ അവളെ മുടിമത്തിന് എന്തോ പറ്റിയിട്ടോ, ലൂസായി. അത് അവൾ തന്നെ ചെയ്തതാട്ടോ, ക്രിയേറ്റ് ചെയ്ത സംഭവമാണ്. നമ്മളെ സ്ലൈഡ് പിന്നുണ്ടല്ലോ, അതിൽ മുത്ത് കയറിയിട്ട് ഈ മറ്റേ വട പോലെ കെട്ടുമല്ലോ, വലിയ ബണ്ണ് വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ വട പോലെ കെട്ടാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ പിന്നെ സെക്യൂർ അല്ലല്ലോ, അത് സ്കൂളിൽ പോകുമ്പോൾ അഴിഞ്ഞു പോകില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ സാധാ പോലെ അത് കെട്ടി കൊടുത്തിട്ട് ചെയ്തതാണ്. ഓൾക്കൊരു റോസ് ബണ്ണുണ്ട് കേട്ടോ, അതേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ നീല ബണ്ണൊക്കെ അവിടെ വീട്ടിലുണ്ട്, പക്ഷെ അതൊന്നും യൂസ് ചെയ്യില്ല. റോസ് ബണ്ണ് ഓളൊരു കംഫർട്ടെന്നും പറഞ്ഞിട്ട് അതേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ഒരു വാശിയൊക്കെ ഉണ്ട്. എല്ലാ കാര്യത്തിനും ഇല്ല, ചില കാര്യത്തിന്. പിന്നെ ഞാൻ വിട്ടു കൊടുക്കും കേട്ടോ. ചെറിയ കാര്യങ്ങളൊക്കെ വാശി പിടിച്ചോട്ടൊന്നും കുഴപ്പമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞനുസരിക്കുമല്ലോ, അങ്ങനെ വിട്ടു കൊടുക്കും. അങ്ങനെ ഞാനും അവളും കൂടി അതങ്ങനെ, കാരണം ബസ് വെയിറ്റിംഗ് ആണല്ലോ. പിന്നെ അടുത്തുള്ളവരൊന്നും എത്തിയിട്ടില്ല കേട്ടോ, കുറേ ആൾക്കാരുണ്ട് വരാനാണ്. അപ്പം ഇങ്ങനെ അവർ വന്ന് തുടങ്ങണേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ആയി പോയി, കാരണം ഞങ്ങൾ കുറച്ച് ലോങ്, അവർ എടുത്തുള്ളവരാണ്. ബസ് കയറുന്ന ഒരു ഗ്രൗണ്ടാണ്, ആ ഗ്രൗണ്ടിൽ വന്നിട്ട് ബസ് തിരിക്കലാണ് കേട്ടോ. അപ്പം അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനെ പറ്റി ഇങ്ങനെ അവൾ അഭിപ്രായം പറഞ്ഞു. വലിയ എന്തോ അതുപോലത്തെ ഇല കണ്ടു, പക്ഷെ എനിക്ക് തോന്നുന്നു തൊട്ടാവാടി ഇല്ല കേട്ടോ. അത് വേറെ എന്തോ ഒരു ഇല ഉണ്ടല്ലോ, കഴിക്കണൊരു ഇല, ആടുകളൊക്കെ തിന്നാൽ ചാവും എന്നൊക്കെ പറഞ്ഞേക്കാം. എന്തോ ഒരു രേഷം പോലത്തെ ഒരു ഇല, പേരൊന്നും എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണെന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോട് പറയും തൊടാൻ നിൽക്കണ്ട. അപ്പോത്തിന് പറയുന്നുണ്ട് ഇവിടെ ചൊറിയുണ്ട്, അവിടെ ചൊറിയുണ്ട്, പൊന്തിയിട്ടുണ്ടെന്നൊക്കെ. അവൾക്ക് അലർജിയുള്ള കാരണം എപ്പോഴും മേത്ത് പൊന്തും കേട്ടോ. പൊന്തെന്ന് വെച്ചാൽ ഒന്നാകെ തണർത്ത് പിന്നെ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ വെക്കണം പോയിട്ട്. അപ്പോൾ അത് കാരണം ഭയങ്കര കെയർ ചെയ്തിട്ടാണ് പോണത്. അങ്ങനെ അപ്പോൾ പൂ പൊട്ടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണെങ്കിൽ വാടാനും പാടില്ല. എനിക്കറിയില്ല കേട്ടോ, ഇതിൻ്റെ പൂ വാടോ കൈ തട്ടിയ വാടോ എന്നൊന്നും അറിയില്ലായിരുന്നു. പൊട്ടിച്ചപ്പോൾ വാടിയിട്ടൊന്നുമില്ല. അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് ഇതൊക്കെ. ഇപ്പോൾ കുട്ടികളിലൂടെ നമുക്കത് കിട്ടണമെന്ന് മാത്രം, നടക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. നമ്മൾ ടൈം കഴിഞ്ഞാലോ അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടങ്ങനെ. അപ്പോൾ എൻ്റെ മോളൊക്കെ വീഡിയോ ഇഷ്ടമാവുന്നവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. ഇഷ്ടമാവുന്നവർ മാത്രം ചെയ്താൽ മതി, ഇഷ്ടമാവുന്നവർ മാത്രം കണ്ടാൽ മതി. ആരെയും നിർബന്ധിക്കണില്ല കേട്ടോ. കാരണം ബാഡ് കമൻ്റൊക്കെ കണ്ട് അത് വ്യക്തിപരമായിട്ടാണോ എന്ന് അറിയില്ല, പക്ഷെ ഞാൻ പ്രതികരിക്കലില്ല, ഞാൻ പ്രതികരിക്കാൻ പോവില്ല. അത് എന്താ പറയുക, പ്രതികരിക്കാത്തത് അത് കഴിവുകേടായിട്ട് ഞാൻ കണക്കാക്കണില്ല കേട്ടോ. മൗനം എനിക്കങ്ങനെ തോന്നിയത് കേട്ടോ, മൗനം ഏറ്റവും നല്ലതെന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ളവർ കാണുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അങ്ങനെ ബാഡ് കമൻറ്റ് കണ്ടു. വീഡിയോസ് ഒന്നും ഓടിയിട്ടില്ലെങ്കിൽ 1-2 കമൻറ്റുകൾ അങ്ങനെ കണ്ടു, അതുകൊണ്ട് മാത്രം കേട്ടോ റിമൂവ് ചെയ്ത് പോയി.